നമസ്കാരം. മണി ന്യൂസിലേക്ക് സ്വാഗതം. സ്വന്തമായി വീടില്ലാത്ത ഗ്രാമീണ ജനവിഭാഗങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം. 2025 ഈ പദ്ധതിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം, ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്തൊക്കെ രേഖകൾ വേണം തുടങ്ങിയ വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇത്. ആദ്യം എന്താണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്ന് നോക്കാം. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ഭാരത സർക്കാർ ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ടവർക്കായി ആരംഭിച്ച ഒരു ഭവന പദ്ധതിയാണ്. 2022ഓടെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നടപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. പിന്നീട് ഇത് 2024 വരെയും ഇപ്പോൾ 2025ലേക്കും നീട്ടിയിരിക്കുന്നു. ഈ പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വീട് നിർമ്മിക്കുന്നതിന് ധനസഹായം നൽകുന്നു. ഈ പദ്ധതിയുടെ കുറച്ച് പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഗ്രാമീണ മേഖലയിലെ ഭവനരഹിതർക്കും നശിക്കാറായ വീടുകളിൽ താമസിക്കുന്നവർക്കും വീട് നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം നൽകുക. 2025ഓടെ എല്ലാവർക്കും സ്വന്തമായി വീട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക. ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തുക. ഇതൊക്കെയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പറയാം. ഈ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കുന്നതിന് 1,20,000 രൂപ വരെ ധനസഹായം ലഭിക്കും. മലയോര പ്രദേശങ്ങൾ, ദുർഘട പ്രദേശങ്ങൾ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ 1,30,000 രൂപ വരെ ലഭിക്കും. കൂടാതെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി 90 ദിവസത്തെ തൊഴിലും ലഭിക്കും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വെബ്സൈറ്റിൽ അപേക്ഷാ ഫോം ലഭ്യമാണ്. ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ച് രേഖകൾ അപ്ലോഡ് ചെയ്ത് അപേക്ഷിക്കാം. ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും അപേക്ഷാ ഫോം ലഭിക്കും. ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം സമർപ്പിക്കുക. അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന രേഖകൾ സമർപ്പിക്കേണ്ടതാണ്: ആധാർ കാർഡ്, ജോബ് കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, മൊബൈൽ നമ്പർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇനി ഈ പദ്ധതിയിൽ ചേരാൻ ഈ യോഗ്യതകൾ വേണം. 1. അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം. 2. അപേക്ഷകൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഗ്രാമീണ മേഖലയിലെ താമസക്കാരനായിരിക്കണം. 3. അപേക്ഷകന് സ്വന്തമായി വീടുണ്ടാകാൻ പാടില്ല. 4. കുടുംബ വാർഷിക വരുമാനം നിശ്ചിത പരിധിയിൽ താഴെ ആയിരിക്കണം. 5. മറ്റു ഭവന പദ്ധതികളിൽ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുള്ളവർ അപേക്ഷിക്കാൻ അർഹരല്ല. SECC 2011 ഡാറ്റാബേസിൽ പേരുള്ളവർക്കും ഭൂരഹിതരായവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും വികലാംഗർക്കും വിധവകൾക്കും ഈ പദ്ധതിയിൽ മുൻഗണന ലഭിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ PMAYGയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അല്ലെങ്കിൽ അടുത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായോ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്. സ്വന്തമായി ഒരു വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയിലൂടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നു. അർഹരായ എല്ലാവരും ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുകയും ചെയ്യുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.